അനക്കൊക്കെ കോപ്പ നമ്പർ 4 വെള്ളത്തിൽ പോയി. ഹലോ ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഇപ്പോൾ ഞാൻ വീണ്ടുമുള്ള കരിമാടി തന്നെയാണ്. നമ്മൾ ഇന്നും ഒരു ഫിഷിംഗ് പരിപാടിയായിട്ട് പോവാണ്. അപ്പോൾ ബാക്കി വീഡിയോയിൽ കാണാം. ഇത് ഇവിടെ ഉണ്ടാക്കിയ വലയാ? ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചു, ബാക്കിയല്ല നമ്മൾ. ആണോ? എത്ര രൂപ ചിലവ് വന്നു? 2500 രൂപയല്ലേ? ഇത് ഉദ്ഘാടനമാണോ ഇന്ന്? അത് പൊളിച്ച്. ഇതാണോ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന വാഹനം? ഓ, പറക്കുവോ? ഇതെത്ര കുറേ ദൂരം പോകണം? വള്ളത്തിൽ ചെറിയ ചാഞ്ചാട്ടമൊക്കെ ഉണ്ട്. ടിപ്പു, നിനക്ക് നീന്താൻ അറിയാലോ അല്ലേ? എനിക്ക് ഇങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല ടിപ്പു, നീ എന്നെ രക്ഷിക്കണം. വള്ളം മുങ്ങിപ്പോയി ഈ പാലത്തിൻ്റെ അടി കൂടി കയറ്റാൻ ശ്രമം നടത്തി എല്ലാവരെയും കൊണ്ട്. ആൺകുട്ടികളെ അതിബുദ്ധിപരമായ നീക്കത്തിലൂടെ ഞങ്ങളുടെ വള്ളം മുങ്ങി. ഞാനാകെ നനഞ്ഞ് പണ്ടാതെ തുടങ്ങി. ഭാഗ്യത്തിന് ഫോണും ഗിബലിനും അധികം ഒന്നും പറ്റിയില്ല. അതിനു മുമ്പ് ഫോണിൻ്റെയും കാര്യത്തിനെയൊക്കെ ഞാൻ രക്ഷിച്ച് വള്ളം പതിയെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക. എന്തൊക്കെയായിരുന്നു ടിപ്പു, നീ ആദ്യം തന്നെ രക്ഷപ്പെട്ടല്ലേ? ആദ്യം വരെ കൂളായിട്ട് നീന്തി കയറിയെങ്കിൽ രക്ഷപ്പെട്ട്. അല്ല പിന്നെ അയ്യോ, അന്നേരം ആൺകുട്ടി കേട്ടോ, നിന്റെ ബുദ്ധി ഞാൻ പറയുന്നില്ല. ഭാരത്തിൻ്റെ അടി കൂടി കയറ്റാൻ പോയത്. ഞാൻ പറഞ്ഞു ഇറങ്ങി ആ സൈഡിൽ കൂടി വരാമെന്ന്. അയ്യോ, ഞാനങ്ങനെ അതുപോലെ കുനിഞ്ഞു വരും. അത് 3 പേരെ വെച്ചോണ്ട് അങ്ങനെ കുനിഞ്ഞു വരും. എവിടാ സ്ഥലവും അറിയത്തില്ല. എങ്ങോട്ടോ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട് മീൻ പിടിക്കാനാന്ന് പറഞ്ഞുകൊണ്ട്. വള്ളവും മുക്കി ദേഹം മൊത്തം നനഞ്ഞ് എനിക്കാണ് നിൽക്കാൻ പോലും വയ്യ. എൻ്റെ മോനെ അതുകൊണ്ടുപോടി. ഇവിടെ ജസ്റ്റ് ഒന്ന് മുങ്ങി തപ്പി കിട്ടുമോ സാങ്കുട്ടി? കിട്ടിയോടാ എൻ്റെ മോനെ? അടുത്തത്. ഓ, കിടക്കണ പെട. 2 കിട്ടി. 2 വരാൻ. ഓക്കെ. ആ, 3ാമത് ഒരെണ്ണത്തിനെ കൂടി കിട്ടിയിരിക്കുന്നു. ഒന്ന് കാണിച്ചിട്ട് പൊക്കെ കാണിച്ചിട്ട്. അയ്യോ, 3 വരാലെ. മീൻ എടുക്കുവാണെ ഞാൻ പറയാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏയ്, ഇതെന്നാണ്ട പോകുന്നു ടിപ്പു. ചുമ്മാ പോയിട്ട് അമ്മാരായിട്ട് വാണം പിടിക്കാനുള്ള പരിപാടിയാണ്. പിടിച്ചിടിക്കും. അവൻ 2 പേരുണ്ട്. 2 അല്ല 3 പേരുണ്ട്. വെറുതെ തല്ലി മേടിക്കാൻ നിൽക്കണ്ടെങ്കിൽ 3 പേര്. വാ ടിപ്പു. എന്നാ പോയി 2 മേടിച്ചിട്ടോ. അവിടെ 2 വരാനെല്ലാം സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവഴി എങ്ങനെ പോകുന്നു ഞാൻ ആലോചിക്കും. നോക്കട്ടെ ഇതിന് വഴിയുണ്ടോന്ന്. കിട്ടിയോടാ? കിട്ടിയോ? കാണിച്ചടാ. വായിക്കാത്തൊക്കെ ചേരാ. പൊക്കി കാണിക്കും. കിട്ടിയ ചെറുതല്ലേ? മീഡിയം. ഇതെവിടെ കൊണ്ടാ റിലീസ് ചെയ്യുന്നത്? ആ,
പിന്നെ വീണ്ടും വരാൻ ഇത് സൈസ് ഉണ്ടല്ലേ? ശരി, കുഴപ്പമില്ലാത്ത ചെറിയ നാടൻ വരാൻ. നാടൻ അയ്യോ, അടുത്ത സ്പോട്ടിലോട്ട് പോവാണ്. ശരി ശരി, ദുർഘടം പിടിച്ച വഴിയാണ് കേട്ടോ. എങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു മച്ചാന്നെ കൂളായിട്ട് അതുവഴിയൊക്കെ നടന്നു പോകുന്നുണ്ട്. എന്നാൽ വഴി കാണിച്ചു തരുമോ? അതുമില്ല. ഇതിപ്പം വേറൊരു സ്പോട്ടിൽ വന്നേക്കുക. കുറച്ചുകൂടി നല്ല തെളിച്ചുകൊണ്ട് സ്ഥലത്തിന്. കണ്ട പൊത്തിലൊക്കെ പോയി കൈയിടുന്നുണ്ട്. എന്തോ ആണോ? ചപ്പോ പുല്ലാണോ? അവസാനം വീഡിയോഗ്രാഫർ ഇറങ്ങി. നീനാണ് നമ്മൾ ആഴമില്ലെന്ന് പറഞ്ഞത്. ഇവിടെ മൊത്തം താഴെ അല്ല, ഇയാള് സീന. ഇയാളല്ലേ പെടുത്താൻ വേണ്ടി ആദ്യം കൊണ്ട് വെള്ളം മുക്കി. ഇതാണ് ഇപ്പം നല്ല ചേറി കൊണ്ടുതാക്കാം. എങ്ങനെയൊക്കെയാ കയറി ഇവിടെ എത്തി. എവിടെ ഉണ്ടെന്ന് എന്റെ കയ്യിലെല്ലാം കൂടെ എനിക്ക് കയ്യിൽ ഒതുങ്ങും. അത് നല്ല സൈസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം പിടിച്ചതിന് ഏറ്റവും സൈസ് ഉണ്ട്. നമുക്ക് ഏറ്റവും അവസാനം നോക്കാം. അല്ലേ അവിടെ ഇതിനകത്ത് മൊത്തം അതാണ്. അവിടെ വരാനാണോ? അവിടെ ആ ഫസ്റ്റ് സെയിം സ്പോട്ടിൽ നിന്ന് ആദ്യം ഒരെണ്ണത്തിനെ പിടിച്ചേക്കുവാണ്. വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് വരാൻ. അനക്കൊക്കെ ഇതിനകത്തൊന്നും വരാലോ. കാണിച്ച് പിടിച്ച വരാലൊക്കെ ഒരെണ്ണം നൈസായിട്ട് രക്ഷപ്പെട്ടു. വലിയ വരാലാണ് പോയത്. കുറച്ച് പോയി പിടിച്ച വരാലാ പോയത്. നമ്മൾ പിടിച്ച് വെച്ചാ വരാലിനെ പിടിച്ചത് സഞ്ചി അത് കീറി കിടക്കുകയായിരുന്നു. അതിന് പേരിനടി സാധനത്തിന് കുറെ കയറിയിട്ടുണ്ടല്ലേ. അത് രക്ഷപ്പെട്ടു. സാമൂഹ്യം കിട്ടൂ. പോയനെ നീ പിടിക്കുന്നാണോ നീ പറയണേ? എന്നാ നീ മാസാ എന്നെ ചേറിലിറക്കിയാലോ എന്നെ. ഡോ ഇങ്ങോട്ട് വാ. അയ്യോ, ഇതങ്ങനെ അടിച്ചു കീറിയാണോ? അത് അവന് വള്ളത്തെ വല്ല വന്നപ്പോൾ കീറിയതാണ്. ശ്രദ്ധിക്കണ്ടേ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്പാനെ. നീ കളഞ്ഞേനെ പിടിച്ചിട്ട് പോയാൽ മതി സാങ്കുട്ടി. പിടിക്ക് പിടിക്ക് പിടിക്ക്. പോയോ പോയോ. അല്ല പിന്നെ സാങ്കുട്ടിയോടാ കളി. സാങ്കുട്ടിയോടാ കളി. സാങ്കുട്ടി ആരാ മോ?
പേന സാങ്കുട്ടി പിടിക്കുമെന്ന് പറഞ്ഞാൽ പിടിച്ചിരിക്കും. സാങ്കുട്ടി ആരാണ് തരുന്നത്? കരിമാടി വന്ന് ചോദിക്കണം. അപ്പം നമുക്ക് ഓൾറെഡി ഇപ്പോഴത്തെ ഇവിടുന്ന് 2 എണ്ണത്തിന് കിട്ടിയില്ലടാ. 2 എണ്ണത്തിന് കിട്ടിയത് ഒരെണ്ണം ആ വല കീറിയതിനകത്തൊന്ന് രക്ഷപ്പെട്ടു. അപ്പം നമ്മൾ സാങ്കുട്ടി പഴയതുപോലെ തന്നെ ഓടിച്ചിട്ട് പിടിച്ചു. ഇനി അടുത്തതിനെ കിട്ടുമെന്നാണ് സാങ്കുട്ടി പറഞ്ഞത്. സാങ്കുട്ടി കോപ്പ നമ്പർ 3. ഏ സൈസ് ഉണ്ടല്ലോ ഇത്. മൂന്ന് ഒരു സ്പോട്ടിൽ നിന്ന് ഇപ്പൊ 3 ഉണ്ടായി. പോകല്ലേ മക്കളെ, ഞങ്ങൾക്ക് കൊടുക്കാനുള്ളത് അവിടെ കിടക്കണം. സാംകുട്ടി കോപ്പ നമ്പർ 4 വെള്ളത്തിൽ പോയിരിക്കുന്നു. സാംകുട്ടി ഡൈവ് ചെയ്ത് പിടിക്കാൻ ശ്രമം നടത്തി. കോപ്പ നമ്പർ 4 അത് ഫെയിലായിരിക്കുകയാണ്. സാംകുട്ടി പോയാലേ നീ തിരിച്ചു പിടിക്കുന്നൊക്കെയാണല്ലോ വലിയ ഡയലോഗ്. അതിനെ പിടിച്ചോണ്ട് വാ. എന്റെ മോനെ കോപ്പ നമ്പർ 4 അടുത്ത കോപ്പ നമ്പർ ശരിക്കും പറഞ്ഞത് 5 ആണ്. 4ാമത്തെ മിസ്സായിപ്പോയി. അപ്പൊ നമ്മൾ 4 കൂട്ടുന്നുള്ളൂ കേട്ടോ. എന്റെ മോന് 5. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനമാണ്. അതിന് ട്രാപ്പായി. ഇത് 5ാമത്തെ. ശരിക്കും പറഞ്ഞാൽ 6ാമത്തെയാണ്. പക്ഷെ നമ്മൾ 5ആയിട്ട് കൂട്ടത്തുള്ളൂ. കാര്യം മനസ്സിലായാലും. ഇത് 6. കോപ്പ നമ്പർ 6. ഇവിടുത്തെ ഫിനിഷ് ആയെന്നാണ്. ഇവിടുത്തെ വരാലെല്ലാം ഔദ്യോഗികമായിട്ട് ഫിനിഷ് ആയെന്ന് പ്രഖ്യാപിച്ചു. ഒരെണ്ണം മിസ്സായി. അതിനെ പിടിക്കാൻ വേണ്ടിയാണ്. അതിനെ പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. എന്റെ മോനെ ഇതാരാ പോയതിനെ പിടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചിരിക്കും. അല്ല പിന്നെ അർത്ഥം പറ്റില്ല. മറ്റേതല്ലെന്നാണോ നീ പറയുന്നത്? മിസ്സായതല്ലേ? എന്നാ മിസ്സായല്ല. അവിടെ ഒരു അനക്കം. അത് നൈസായിട്ട് അങ്ങോട്ട് ഓടി പോകാൻ നോക്കുന്നല്ലേ? അവിടെ ഇതിനകത്ത് ഇത് കൈയിട്ട് നോക്കിയാലും കിട്ടി. ഓസിനകത്ത് ഈ പൈപ്പിൽ. ഓ അവിടെ അത്ര ആഴമുണ്ട്. നീ ഇരിക്കുന്നല്ലേ? അതെ, പരാല് പിടുത്തം പാർട്ട് 2. പോയി സാക്കുട്ടി നീ ഇത് കുറച്ചുകൂടി ഗ്രാഹ്യമായിട്ട് പഠിക്കണം കേട്ടോ. എന്നാലും അടുത്ത വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ മൊത്തം മീന് അപ്പൊ ഇവിടെ വെച്ച് എന്ത് വെച്ച് അടച്ചേക്കുന്നത്? അപ്പൊ ഈ സൈഡിൽ നിന്ന് വരുന്ന ഈ ചാലിയിൽ നിന്ന് വരുന്ന നല്ല വെള്ളം ഇങ്ങോട്ട് വരുമ്പോഴത്തേന് കലക്കവെള്ളത്തിൽ നിന്നുള്ള മീനെല്ലാം നൈസായിട്ട് ഈ സൈഡിലോട്ട് വരും. അപ്പോൾ ഒന്നര ട്രാപ്പാവും. അപ്പോൾ സാങ്കുട്ടിയുടെ എൻട്രി. എത്രാമത്തെ ഇത്? വരാലല്ലേ? ചെമ്പല്ലി. ഓ ഇത് സൈസ് ഉണ്ടല്ലോ. ഇതിന് നല്ല സൈസ് ഉണ്ട്. കാണിച്ച് അതിനെന്ത് കാണിക്കണം കേട്ടോ. ഇത് നല്ല സൈസ് ഉണ്ടല്ലോ. നാടൻ ചെമ്പല്ലിയാണ്. അനാവസല്ല, നാടനല്ലേ? എന്തായാലും ഞാൻ കരിമീനും ചെമ്പല്ലി ഇതിന് ഇവിടെ നമ്മളെ ചെമ്പല്ലി എന്നാ പറയുന്നല്ലേ? ഞങ്ങളവിടെ ചെമ്പല്ലി തന്നെയാണ് പറയുന്നത്. ചിലവര് കല്ലടമുട്ടി, ചോരക്കൊല്ലി അങ്ങനെ അങ്ങോട്ടൊക്കെ പറയുന്നുണ്ടല്ലോ. കൈതക്കോര. നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ പറയുന്നത്? നിങ്ങൾ കമന്റ് ചെയ്യും.
ഇതുവഴിയൊക്കെ നടന്നു വേണം ഇതുവഴി ഈ മീൻ പിടിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി. ഇച്ചിരി സാഹസികമാണ്. ഞാൻ ഇതുപോലെ നിന്ന് പണ്ടൊന്നും ഇറങ്ങിയുള്ള എക്സ്പീരിയൻസ് ഒന്നും ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നത്. പക്ഷെ അന്നേരം നല്ല രസമുണ്ട്, ഒരു പ്രത്യേക വൈബ്. കാലൊക്കെ കണ്ടോ, കളറൊക്കെ കണ്ടോ, പക്ഷെ നല്ല നല്ല രസം കേട്ടോ, ഒന്നും പറയാനില്ല. അടുത്ത ട്രാപ്പ് നോക്കുവാണോ? എത്ര സമയം എടുക്കും? കുറേ നേരം എടുക്കൂടാ ആ ട്രാപ്പിനകത്ത് കൊടുക്കാൻ? 10-30 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അങ്ങോട്ട് വരണോ? ഒന്ന് അടുത്ത സ്പോട്ടിൽ പോവാണെങ്കിൽ ആദ്യമായിട്ട് ഇറങ്ങുന്നുണ്ടോ ഞാനിങ്ങനെ? അയ്യോ, ഇതൊക്കെ നിങ്ങൾ ഒരു വട്ടം അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം ഇതുപോലെ ഇറങ്ങി. മോനെ താങ്ക് യു. ഇവിടെ ട്രാപ്പൊക്കെ ഒരുക്കിയാണ്ട് കയറ്റി വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. മതി ഉറക്കിയത് അതിനെ കയറ്റ്. ഏകദേശം 3/4 കിലോ ഉള്ളവരാണ്. ഒരു 3/4 കിലോ 1 കിലോ അടുത്തുള്ളവരാണ് കേട്ടോ. പക്ഷെ നല്ല സൈസ് ഉണ്ട് കേട്ടോ അതിന്. മറ്റേ ഇപ്പോൾ പിടിച്ചാൽ ഇതും നല്ല സൈസ് ഉണ്ട്. ഒന്ന് ഈ സ്പോട്ടിൽ നിന്ന് ഒന്ന് ഒരു ചെമ്പല്ലി എത്രയുണ്ട്? ഒരു ചെമ്പല്ലിയും കിട്ടി. ഇനി അതുമെല്ലാം പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. തൂമിനകത്ത് തന്നെ ഇരുന്നാ. അതെ അതെ, സ്മെല്ലുണ്ട്. എനിക്കൊന്നും എല്ലാം അഴുകി അതായിരിക്കും ഈ സ്മെല്ല് വരുന്നത്. ആമ ഇരുന്ന് അഴുകിയതാണ്. ആണോ? കാണിച്ച് അത് കളഞ്ഞു. ടൂള് നമ്മുടെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടൂള്. ഈ ഏരിയയിലുള്ള മീനെ എല്ലാം പിടിച്ച് തീർക്കുമെന്ന് പറഞ്ഞാണ് സാംകുട്ടി. മുമ്പേ പോയാൽ വീണ്ടും പിടിച്ചിട്ടുണ്ട്. അത് പോയോ? ഒരു കണക്കിന് പറയണ അഹങ്കാരവും പാടില്ല, ഓവർ കോൺഫിഡൻസും പ്രശ്നമാണ്. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി. എടോ വാടോ പോവാടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിത് വൈൻഡപ്പ് ചെയ്ത് പോയാലും നല്ലതായിരിക്കും. ഒരു മീൻ പിടിച്ച് അവസാനം ഭ്രാന്തായി. ആ ചേറിന്നാണ് കയറത്തില്ല. എങ്ങനെയാണ് ഇതിനെ അകത്ത് പുറത്തോട്ട് ഇറക്കാൻ വലിയ വഴിയുണ്ടോ? ആർക്കെങ്കിലും പറഞ്ഞ് ഇറങ്ങട്ടോ. ഇതുപോലൊരു മീൻ പിടുത്തപ്പരാണ്ടൊക്കെ. ഞങ്ങൾ വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇച്ചിരി റിമോട്ടഡായിട്ടുള്ള ഏരിയ ആണ് തോന്നുന്നു. കാര്യം കണ്ടില്ലേ, നല്ല വെയിലുമുണ്ട്. എന്നാലും ഫിഷിങ്ങിൻ്റെ മൂപ്പിൽ എല്ലാവരും ഇങ്ങനെ മതി പറഞ്ഞിരിക്കുക. കിട്ടുമോ? അവിടെ പറയുന്നുണ്ടല്ലോ. കാണിച്ചാൽ നോക്കട്ടി. അയ്യോ, പൊക്കി പിടിച്ചേ നിക്കേ. എന്തി ഇയാളെ പിടിച്ച് കരയെ കയറ്റാനാണ് പാട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ സാഹസികമായ ഫിഷിങ്. ഒരു യുദ്ധം തന്നെയായിരുന്നു. എന്തായാലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിക്ക് ഒരു കിലോയ്ക്ക് മേളിൽ കിട്ടിയിട്ടുണ്ടോ? 1 കിലോയ്ക്ക് മേലുള്ള വരാലിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു. ടിപ്പു ബൈ ബൈ ബൈ. വള്ളം കൊണ്ടിടിപ്പിച്ചോ.